മാസപ്പടി കേസിൽ SFIയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRന്റെ ഹർജിയിൽ സ്റ്റേ ഇല്ല. SFIക്ക് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാം. അതേസമയം ഏപ്രിൽ 22-ന് ഈ കേസ് മറ്റൊരു ബെഞ്ചിന് പരിഗണിക്കാമെന്നും ഡൽഹി ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അച്യുതൻ, SFI കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SFIക്ക് ഇനി മുന്നോട്ട് പോകാൻ തടസ്സങ്ങളില്ല, കോടതിയുടെ ഇടപെടലുകളില്ല. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 22 എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ SFIയെ സംബന്ധിച്ച് നോട്ടീസ് അയക്കാം, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം. അറസ്റ്റിന് പോലും അധികാരമുള്ള ഒരു കേന്ദ്രം കൂടിയാണ് SFI. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിപക്ഷമടക്കം ആരോപിക്കുന്ന, അല്ലെങ്കിൽ CPIM അടക്കം ആരോപിക്കുന്ന ഈ കേസിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ഈ 22-നുള്ളിൽ കാണേണ്ടി വരില്ലേ? അത്തരത്തിലൊരു നീക്കത്തിലേക്ക് SFI കടക്കാനുള്ള സാധ്യതയും ഈ കേസുമായി ബന്ധപ്പെട്ടില്ലേ? തീർച്ചയായിട്ടും സുഹൈൽ, അതായത് CMRന്റെ ആവശ്യത്തിൽ നിലവിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടലും ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും SFIക്ക് തുടർ നടപടികളുമായി മുൻപോട്ട് പോകാം. അതിൽ അടുത്ത കേസ് പരിഗണിക്കുന്നതിന് മുൻപായി തന്നെ ഒരു പക്ഷേ SFIക്ക് വേഗത്തിൽ അവരുടെ നടപടികൾ നീക്കുവാനും സാധിക്കും. കാരണം ഏതെങ്കിലും തരത്തിൽ പുതിയ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ CMRന് അനുകൂലമായി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് SFIയുടെ അന്വേഷണത്തെ ബാധിക്കുന്ന ഒന്നായി മാറും. അതുകൊണ്ട് തന്നെ SFIക്ക് സ്വാഭാവികമായും അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ അത് വേഗത്തിലാക്കാൻ ഈ ഒരു ദിവസത്തിനുള്ളിൽ അവർക്ക് കഴിയും. എന്തായാലും അത്തരം കാര്യങ്ങൾ അത് SFIയുമായി ബന്ധപ്പെട്ടതാണ്. എന്തായാലും ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യം, ഈ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ SFIയുടെ അന്വേഷണം അത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മാത്രമല്ല, ഈ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് ഈ കേസ് പരിഗണിച്ചപ്പോൾ തുടർ നടപടികൾ പാടില്ല എന്നൊരു വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നതായി CMR ഇന്നും ഡൽഹി ഹൈക്കോടതിയിൽ പറയുകയുണ്ടായി. പക്ഷേ അതന്ന് തുടർ നടപടികൾ വേണ്ടെന്ന് നേരത്തെ വാക്കാൽ പരാമർശിച്ച ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് തന്നെ ഈ ഹർജി പോകുന്നു. എന്നാൽ ആ ഘട്ടം വരെ, ഏപ്രിൽ 22 വരെ തുടർ നടപടികൾക്ക് ഒരു തടസ്സവുമില്ല. SFIയുടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയും പറയുന്നത്.